പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നുകൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ് ജീവവചസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയുടെ 37ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് നെയ്യാറ്റിൻകരയിൽ നിന്നുള്ള സ്റ്റെൻസിലാസ് എന്ന ഒരു മകൻ്റെ സാക്ഷ്യമാണ്. എൻ്റെ പേര് സ്റ്റെൻസിലാസ്. ഞാൻ നെയ്യാറ്റിൻകര രൂപത വ്ളാത്താങ്കര സ്വർഗാരോപിത മാത ഫൊറോന ദേവാലയ അംഗമാണ്. 2020 അദ്ദേഹം കൃപാസനത്തിൽ വന്ന മരിയൻ ഉടമ്പടി എടുത്ത് പോയിട്ടുള്ളത്. ഈ ചുരുങ്ങിയ 6 മാസത്തിനുള്ളിൽ വലിയ ദൈവിക ഇടപെടലുകൾ ഉണ്ടായപ്പോൾ കൃപാസന അൾത്താരയിൽ സാക്ഷ്യം പറയാൻ ഓടി വന്നതാണ്. ആദ്യമേ തന്നെ ക്ഷമാപണം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സാക്ഷ്യം ആരംഭിക്കുന്നത്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആദ്യമായി തന്നെ ഈ സാക്ഷ്യം ഞാൻ പറയാനായിട്ട് വൈകിയതില്ലേ പരിശുദ്ധ അമ്മയോടും ഈശോയോട് ഞാൻ മാപ്പപേക്ഷിക്കുന്നു. ഈ സാക്ഷ്യം ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം പല പതിവ് സാക്ഷ്യത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് സഭയെ സ്നേഹിക്കുന്ന, തിരുസഭയെ സ്നേഹിക്കുന്ന, അതുമല്ലെങ്കിൽ തിരുസഭയെ പടുത്തുയർത്തുന്ന ഒരു മകൻ്റെ സാക്ഷ്യമാണ്. അതാണ് ഞാൻ ഈ സാക്ഷ്യം തിരഞ്ഞെടുക്കാൻ കാരണം. അതുമാത്രമല്ല, വലിയൊരു ആന്തരിക ബോധ്യം ഈ മരിയൻ ഉടമ്പടിയിലൂടെ ഈ സഹോദരന് ലഭിച്ചു. അത് ഈ കൃപാസനത്തിൽ നടക്കുന്ന പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയുള്ള ഈ മരിയൻ ഉടമ്പടി ജീവിക്കുന്നതിലൂടെ നമുക്ക് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ പാപമോചനം ലഭിച്ച് നിത്യതയിലേക്കുള്ള യാത്രയ്ക്ക് അത് കൂട്ടാകുമെന്നുള്ള ഒരു ആഴമായിട്ടുള്ളൊരു ബോധ്യം ഈ മകന് ലഭിച്ചു. അദ്ദേഹം സാക്ഷ്യം പറഞ്ഞ് തുടങ്ങുന്നത് ഇപ്രകാരമാണ്. ഏതാണ്ട് 39 വർഷമായിട്ട് ബൗണ്ടറി തിരിക്കാൻ സാധിക്കാതെ വളരെ വിഷമത്തിലായിരുന്നു. ആ കാര്യം ഞാൻ നിയോഗത്തിൽ വയ്ക്കുകയും വിശുദ്ധ വസ്തുക്കൾ ആ വസ്തുവിലിടുകയും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇപ്പോൾ 6 മാസത്തിനകത്തേ ആയുള്ളൂ. അത് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ബൗണ്ടറി തിരിച്ച് ക്ലിയർ ആക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ 12 വർഷമായിട്ട് ഞങ്ങൾ വീട്ടിൻ്റെ വളപ്പിൽ വെട്ടിയതായ കിണറിലെ വെള്ളം ഉപയോഗിക്കാനായിട്ട് കഴിഞ്ഞില്ല. മറ്റു ഒന്നുമല്ല, വെള്ളം അതിൽ നിലനിൽക്കില്ല. അത് വാർന്നു പോകും, അല്ലെങ്കിൽ താണു പോകും. 2 അടി വെള്ളം പോലും കിട്ടില്ല. അങ്ങനെ അത് ഉപേക്ഷിച്ച നിലയിലായിരുന്നു. പിന്നീടാണ് നിയോഗത്തിൽ വെച്ചതും വിശുദ്ധ ഉപ്പും തേനും തൈലവുമൊക്കെ അതിൽ നിക്ഷേപിച്ച് ഏതാണ്ട് 9 ദിവസം തുടർച്ചയായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇപ്പോഴേതാണ്ട് 15 അടിയിലധികം വെള്ളമുണ്ട്. ധാരാളമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു. അതിന് നന്ദി പറയുന്നു ഈശോയ്ക്ക്. ഇത് രണ്ടും സമയ ചുരുക്കത്തിൽ നടന്ന മരിയൻ ഉടമ്പടിയുടെ ഫലങ്ങളാണ്. ഉടമ്പടി വിശ്വസ്തതാപൂർവ്വം പാലിച്ചപ്പോൾ കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ മരിയൻ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കി ഈ മകനെയും അൾത്താരയിൽ ദൈവപിതാവ് ഉയർത്തി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനേക്കാളൊക്കെ അപ്പുറത്ത് ഈ സഹോദരൻ പറയുന്ന വലിയൊരു വിഷയമുണ്ട്. അത് ഇപ്രകാരമാണ്. ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ ആദ്യത്തെ കാലഘട്ടത്തിൽ എല്ലാവരും എഴുതുന്നത് പോലെ തന്നെ ഇവിടെ കൃപാസനത്തിൽ മരിയൻ ഉടമ്പടി എടുക്കാൻ കടന്നു വന്നിരിക്കുന്ന ഭൂരിഭാഗം പേരും ഈ 6 നിയോഗങ്ങൾ ഇവിടെ എഴുതാം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു നിയോഗം ഒഴിച്ച് എന്ന് ഞാൻ പറയാൻ കാരണം, ഞാൻ ആ ക്ലാസ്സിൽ പറയുന്നുണ്ട്, പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു നിയോഗം മാറ്റിവെക്കണം. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ തൻ്റെ ധ്യാന പ്രസംഗങ്ങളിലും പ്രബോധന ധ്യാനങ്ങളിലും ഒക്കെ പറയുന്ന മറ്റൊരു കാര്യം എന്നുള്ളത്, നിങ്ങളൊരു വിഷയം ഒഴിച്ചിടണം. അത് ദൈവത്തിൻ്റെ സ്പേസാണ്. ദൈവഹിതപ്രകാരം നടക്കേണ്ട ഒരു വിഷയത്തിന് വേണ്ടി ഒരു നിയോഗം ഒഴിച്ചിടണമെന്ന് അച്ഛൻ പറയാറുണ്ട്. അപ്പോൾ ഈ സഹോദരൻ പറയുന്നത് ഇപ്രകാരമാണ്. ആദ്യ കാലഘട്ടത്തിൽ ഉടമ്പടിയിൽ ഞാൻ ചെയ്തിരുന്നത് വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള നിയോഗങ്ങളായിരുന്നു. പിന്നെ പോകെ
ആ ഒരു നടപടിയിൽ നിന്ന് സാധാരണ ഒരു വിശ്വാസിയിൽ നിന്ന് ഒരു അസാധാരണ കൃപ നിറഞ്ഞ ജീവിതത്തിലേക്ക് ഈ സഹോദരൻ പതുക്കെ ഉയർത്തപ്പെടുന്നുണ്ട്. അതാണ് ഈ സാക്ഷ്യത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇത് ഉയർത്തപ്പെടുന്നത് സഹോദരൻ്റെ വാക്കുകളിലൂടെ നിങ്ങൾക്ക് ശ്രവിച്ചാൽ മനസ്സിലാകും. അതുകൂടാതെ ഞാൻ വച്ചിരുന്നത് കത്തോലിക്ക വിശ്വാസികളാണെങ്കിൽ പോലും പരിശുദ്ധ ദിവ്യകാരുണ്യ സ്വീകരണമോ വിശുദ്ധ കുർബാനയിലെ പങ്കാളിത്തമോ ഇല്ലാതെ അലഞ്ഞു നടക്കുന്ന കുറേ ആൾക്കാരെയാണ്. അവരെയും എനിക്ക് അറിയാമെന്നുള്ളവരോട് സംസാരിക്കുകയും അവരുടെ പേരുകൾ ഉൾപ്പെടെ തന്നെ ഞാൻ ഈ നിയോഗത്തിൽ വയ്ക്കുകയും ചെയ്തു. കൂടെ പറയുന്നുണ്ട്, ഭാരത സഭയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഉടമ്പടിയിൽ നിയോഗം വെച്ചുകൊണ്ട്. കേരള സഭയ്ക്ക് വേണ്ടി ഉടമ്പടിയിൽ നിയോഗം വെച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ ഇടവകയെ പ്രത്യേകമായിട്ട് മരിയൻ ഉടമ്പടിയിൽ വിഷയമായി സമർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇത് തിരുസഭയെ പടുത്തുയർത്താൻ ഒരു കൃപ ഒരു വ്യക്തിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആഴമായിട്ടുള്ളൊരു ബോധ്യം ആ വ്യക്തിയിൽ വന്ന് നിറയണം. ഞാൻ ഈ സാക്ഷ്യം നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുമ്പോൾ നാളിതുവരെ മരിയൻ ഉടമ്പടി എടുത്തിട്ടും ഈ 6 നിയോഗങ്ങൾ മാറ്റിയും മറിച്ചുമൊക്കെ സ്വന്തം ഭൗതിക നേട്ടങ്ങൾ മാത്രം എഴുതുന്നവർക്ക് ഒരു താക്കീത് കൂടിയിട്ടാണ് ഈ ഒരു സ്റ്റെൻസിലാസിൻ്റെ സാക്ഷ്യം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നിങ്ങളൊന്നും മാറ്റിപ്പിടിക്കണം. കാരണം ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ എപ്പോഴും പറയുന്ന പോലെ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ നിങ്ങൾ വ്യാപൃതരായാൽ ദൈവം നിങ്ങളുടെ കാര്യം നോക്കിക്കൊള്ളും. ഉടമ്പടിയിൽ നിങ്ങൾ ലക്ഷ്യം വെക്കേണ്ടത് ക്രിസ്തുവിനെ തന്നെയാണ്, അല്ലാതെ നിയോഗങ്ങളിലല്ല. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാം തിരുവചനത്തിൽ തിരുനാളിൻ്റെ അവസാന ദിനത്തിൽ ഈശോ എഴുന്നേറ്റ് ശബ്ദമുയർത്തി ഉച്ചത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അടുക്കൽ വരട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. കൃപയിൽ വന്നു നിറഞ്ഞ് ദൈവരാജ്യം പടുത്തുയർത്താൻ, അതുമല്ലെങ്കിൽ തിരുസഭയെ പടുത്തുയർത്താൻ ആഗ്രഹിക്കുന്ന മക്കൾക്ക് ആദ്യം ഉണ്ടായിരിക്കേണ്ട ഒരു നടപടി, വിശ്വാസ നടപടി എന്നുള്ളത് ഈ ഒരു ദാഹമാണ്. പണ്ടത്തെ മരിയൻ തപസ് ധ്യാനങ്ങളിലൊക്കെ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ആദ്യം കൃപയ്ക്ക് വേണ്ടി ആസ്പയർ ചെയ്യണം, അഭിലഷിക്കണം. അതാണ് ഒരു വിശ്വാസ ജീവിതത്തിൻ്റെ തുടക്കം. ആഴമായിട്ടുള്ളൊരു ബോധ്യങ്ങളിലേക്ക്, വിശ്വാസ ബോധ്യങ്ങളിലേക്ക് വളരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് വേണ്ട ഒരു വിശ്വാസ നടപടി എന്നാണ് കൃപയ്ക്ക് വേണ്ടി തീക്ഷ്ണമായിട്ട് അഭിലഷിക്കണം. അത് വചനം യോഹന്നാൻ 7:37 തിരുവചനം, ദാഹിക്കണം. ഈ കൃപ ചോദിക്കുമ്പോൾ ഈശോ നമ്മളോട് തിരിച്ച് ഒരു ചോദ്യം ചോദിക്കും, എന്തിനു വേണ്ടിയിട്ടാണ് നീ എൻ്റെ പുത്രൻ്റെ രക്തത്താൽ നേടിയെടുത്ത ഈ കൃപ ചോദിക്കുന്നത്? അപ്പോൾ നമുക്കൊരു ഉത്തരം പറയാനുണ്ടാകണം, അതെ, നീ ഏൽപ്പിച്ച ദൗത്യം, നിന്റെ ദൈവരാജ്യ വികസനം, നിന്റെ സുവിശേഷ ദൗത്യം, അത് കൈമാറാനാണ് ഈ ഒരു കൃപ എന്ന് നമുക്ക് ഉത്തരം വേണം. അതിന് നമ്മളെ തന്നെ ഒരുക്കണം. അപ്പോൾ നിങ്ങളുടെ മനസ്സിലിപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവും, ഞങ്ങൾ ഒരുപാട് ഇങ്ങനെ കഠിന വേദനകളിലൂടെയൊക്കെ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, അപ്പം എങ്ങനെയാണ് ഇതേപോലെ സിസ്റ്റർ പറഞ്ഞതുപോലെ ഈ കഠിന വേദനയുടെ ഈ ഒരു നീന്തലിൽ ആയിരിക്കുന്ന ഈ സമയത്ത് എങ്ങനെയാണ് മറ്റു വിഷയങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നത്? ഇവിടെയാണ് ആഴമായിട്ടുള്ള ദൈവസ്നേഹവും ആന്തരികമായിട്ടുള്ള ബോധ്യവും നമുക്ക് വേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈശോയുടെ കാര്യത്തിൽ നിങ്ങൾ വ്യാപൃതരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈശോ നിങ്ങളുടെ കാര്യം നോക്കും. വീണ്ടും നമ്മൾ ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്, എൻ്റെ കഠിന വേദന എൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉള്ളതായിരുന്നു. അങ്ങ് എൻ്റെ സകല പാപങ്ങളും അങ്ങയുടെ പിന്നിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് നാശത്തിൻ്റെ കുഴിയിൽ നിന്ന് എൻ്റെ ജീവനെ അങ്ങ് രക്ഷിച്ചു. ഏശയ്യാ 38:17 തിരുവചനമാണ്. അതായത് നമ്മുടെ ജീവിതത്തിലൂടെ ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പല കഠിന വേദനകളും അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പലരും കൃപാസനത്തിലെ ഏറ്റവും വലിയ സാക്ഷ്യങ്ങൾ ഈ ആൾത്താരയിൽ പങ്കുവച്ചിട്ടുള്ള അനേകം മക്കൾ പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണിത്.
അതായത് ഈ ഒരു സഹന സാഹചര്യം ദൈവപിതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ അനുവദിച്ച് തന്നില്ലായിരുന്നെങ്കിൽ സ്വർഗത്തിൻ്റെ മാധുര്യം ഇത്രമാത്രമുണ്ടെന്നും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും ആ ഒരു പരപ്പും ഒക്കെ ഞങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ സാധിക്കില്ലായിരുന്നു. അപ്പോൾ ജീവിതത്തിൽ കഠിന വേദനകളിലൂടെ, അതുമല്ലെങ്കിൽ മാറ്റപ്പെടാത്ത സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ് നീയെങ്കിൽ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്. അതായത് ദൈവം നിന്നെ പ്രത്യേകമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് വിശ്വാസി കൈവരിക്കേണ്ട നിലപാട് എന്താണ്? അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ രാജ്യ വികസനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആ സമയത്ത് കൂടുതൽ വ്യാപൃതരായിരിക്കും. കാരണം ഇങ്ങനെ ബലഹീനമാക്കപ്പെടുന്ന സാഹചര്യങ്ങളിലാണ് 1 കൊരിന്ത്യർ 12:10 തിരുവചനം അനുസരിച്ച് നമ്മൾ കൂടുതൽ ശക്തരാകുന്നത്. അപ്പോൾ ഈ ഓരോരോ സഹന സാഹചര്യങ്ങളിലൂടെയും ബലഹീനമാക്കപ്പെടുന്ന അവസ്ഥകളിലൂടെയൊക്കെ വൻ കൃപകളാണ് സ്വർഗം നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത്. അവിടെയെല്ലാം പരിശുദ്ധ അമ്മയെ പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തെ നമ്മൾ പുനഃക്രമീകരിക്കുമ്പോൾ തക്ക സമയത്ത് നമ്മളെയും ദൈവം സാക്ഷ്യപീഠത്തിൽ ഉയർത്തും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏശയ്യാ 38:17 തിരുവചനം അനുസരിച്ച് എല്ലാ കഠിന വേദനകളും അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എപ്പോഴാണ് അത് നമ്മുടെ നന്മയ്ക്കായി മാറുന്നത്? അതെല്ലാം ദൈവസ്നേഹത്തോടു കൂടി ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്ത് സഹിച്ച് അത് ഈശോയുടെ കുരിശിനോട് ചേർത്ത് വെച്ച് രക്ഷാകരമാക്കി മാറ്റുമ്പോഴാണ് അത് നന്മയ്ക്കായിട്ട് നമ്മുടെ ജീവിതത്തിൽ അസഹനങ്ങൾ പരിണമിക്കുന്നത്. വീണ്ടും 32-ാം സങ്കീർത്തനം 1-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: അതിക്രമങ്ങൾക്ക് മാപ്പും പാപത്തിൽ നിന്ന് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. ഈ ഒരു സാക്ഷ്യം, സ്റ്റെൻസിലാസിൻ്റെ സാക്ഷ്യം നിങ്ങൾ അവസാനം വരെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ദൈവപിതാവ് 39 വർഷത്തിലെ മേലുള്ള വിഷയത്തിൻ്റെ മേലും 12 വർഷത്തിന് മേലുള്ള കിണറിൻ്റെ വിഷയത്തിലൊക്കെ ഇടപെട്ടത്. അതിന് ഒരു കാര്യമുണ്ട്. അദ്ദേഹം അത് സാക്ഷ്യത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. അദ്ദേഹം ചെയ്യുന്ന ദൈവസ്നേഹത്തോടെ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, ആരോരുമില്ലാത്തവൻ്റെ കൂടെ ഇരുന്ന് അഗതികളെ സംരക്ഷിക്കുന്ന, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന അദ്ദേഹത്തിൻ്റെ വലിയ ദൈവസ്നേഹ പ്രവർത്തനങ്ങൾ. ഇപ്രകാരം ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ ഈ അതിക്രമങ്ങൾക്ക് മാപ്പും പാപത്തിന് മോചനവും ലഭിക്കുന്ന വലിയൊരു ദൈവിക ഇടപെടൽ, അതുമല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേലെ ചുരിയുന്നത്. അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന മറ്റൊരു കാര്യം ഇപ്രകാരമാണ്. ഞാൻ ആമുഖത്തിൽ അത് സൂചിപ്പിച്ചിരുന്നു. അതായത് കൃപാസനത്തിൽ നടക്കുന്ന മരിയൻ ഉടമ്പടിയെ ഉൽപ്പത്തി പുസ്തകത്തിലെ 28-ാം അധ്യായത്തിലെ യാക്കോബിൻ്റെ ഗോവണിയോട് അദ്ദേഹം താരതമ്യപ്പെടുത്തുന്നുണ്ട്. നമുക്കറിയാവുന്ന പോലെ 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സഭാപിതാവായ സെയിൻറ്റ് എഫ്രൈം ഒക്കെ പരിശുദ്ധ ദൈവമാതാവിനെ യാക്കോബിൻ്റെ ഗോവണി എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റെൻസിലാസിന് ദൈവപിതാവ് കൊടുത്ത വലിയൊരു ബോധ്യമാണ് കൃപാസനത്തിൽ നടക്കുന്ന മരിയൻ ഉടമ്പടി എന്നുള്ളതും ഈ ഒരു യാക്കോബിൻ്റെ ഗോവണി ഈ ഒരു വിശേഷണത്തിനോട് സാമ്യമുള്ളതാണ്. അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: ഈ മരിയൻ ഉടമ്പടിയിൽ പറഞ്ഞിട്ടുള്ള ഓരോ നിബന്ധനകളും ഈ ഭൂമിയിലായിരിക്കുന്ന സമയത്ത് നമുക്ക് അതിക്രമങ്ങളിൽ നിന്ന് നമുക്ക് മോചനം ലഭിച്ച്, പാപത്തിൽ നിന്ന് മോചനം ലഭിച്ച്, അതിക്രമങ്ങളിൽ നിന്ന് മാപ്പ് ലഭിച്ച്, പാപത്തിൽ നിന്ന് മോചനം ലഭിച്ച് നമ്മളെ നിത്യതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന വലിയൊരു പ്രാർത്ഥനയാണ് എന്ന്, വലിയൊരു ബോധ്യമാണത്. നമുക്കറിയാവുന്ന പോലെ പരിശുദ്ധ ദൈവമാതാവിനെ യാക്കോബിൻ്റെ ഗോവണി എന്ന് വിശേഷിപ്പിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ സ്വർഗത്തിൻ്റെ വാതിലേ എന്ന് നമ്മൾ ലിറ്റനിയിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. അതെ, പരിശുദ്ധ ദൈവമാതാവ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഈ സ്വർഗത്തിലേക്ക് തന്നെയാണ്. അപ്പോൾ ഈ മരിയൻ ഉടമ്പടി ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഈ മരിയൻ ഉടമ്പടിയിലെ നിബന്ധനകൾ വിശ്വാസ്യതയോടെ ദൈവസ്നേഹത്തോടെ നിവർത്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്ന വലിയൊരു ദൈവിക ഇടപെടൽ അതുതന്നെയാണ്. അതെ, പരിശുദ്ധ അമ്മ നമ്മളെയും സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. വീണ്ടും 123-ാം സങ്കീർത്തനം 2-ാം തിരുവചനത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ ഉത്തരം കിട്ടാത്ത സമയത്ത് ഒരു ദൈവ പൈതലിന്
ഉണ്ടായിരിക്കേണ്ട നടപടി എന്താണെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. വചനം ഇപ്രകാരമാണ്. 123 സങ്കീർത്തനം 2 തിരുവചനം. ദാസന്മാരുടെ കണ്ണുകൾ യജമാനന്റെ കയ്യിലേക്കെന്ന പോലെ, ദാസിയുടെ കണ്ണുകൾ സ്വാമിനിയുടെ കയ്യിലേക്കെന്ന പോലെ, ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ അവിടുത്തെ നോക്കിയിരിക്കുന്നു. അതെ, ഈ ഒരു കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെയുമൊക്കെ സ്റ്റെൻസിലാസ് പറഞ്ഞതുപോലെ പാപത്തിൽ നിന്ന് മോചനം ലഭിച്ച് കർത്താവിൻ്റെ കരുണയെ കൂടുതൽ രുചിച്ചറിയാൻ, അടുത്തറിയാൻ, കരുണ വന്ന് നിറയുവാൻ നമ്മളെ സഹായിക്കുമ്പോൾ നമ്മൾ അന്ത്യം വരെയും ഈ ഒരു മനോഭാവത്തോടു കൂടിയിട്ട് ആയിരിക്കണം വ്യാപരിക്കേണ്ടത്. അതെ, ദൈവത്തിൻ്റെ കരുണ നമ്മൾ ചൊരിയുവോളം ഒരു ദാസിയെ പോലെ, ദാസനെ പോലെ അവിടുത്തെ മുമ്പിൽ വ്യാപരിക്കാനുള്ള ഒരു വലിയ മനോഭാവം ഈ മരിയൻ ഉടമ്പടി വഴി നമ്മൾ ആർജിച്ചെടുക്കണം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. കേട്ട വചനത്തെ പറ്റിയെല്ലാം ഈശോയെ ഞങ്ങൾ ധ്യാനിക്കുകയാണ്. കൃപ വന്ന് നിറയാൻ ഈശോയെ, നിന്നെ അഭിലഷിക്കുവാൻ, അസ്പയർ ചെയ്യുവാൻ, നിന്റെ കൃപ ജീവിതത്തിൽ വന്ന് നിറയപ്പെടുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യും. അതിക്രമങ്ങൾക്ക് മാപ്പും പാപത്തിൽ നിന്ന് പ്രത്യേകമായിട്ടുള്ള മോചനവും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവിക തീരുമാനം ഉണ്ടാകുവോളം ഒരു ദാസനെ പോലെ, ദാസിയെ പോലെ ഈശോയെ നിന്റെ നേർക്ക് എന്നും കണ്ണുകൾ ഉയർത്തി നിന്റെ കൃപയെ നോക്കി പാർക്കുവാൻ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മുഴുവൻ മക്കളേക്കും അധികമായിട്ടുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊള്ളണമേ. ആവേ മരിയ. നമ്മുടെ കൃപാസനം പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനോടൊപ്പം സമർപ്പിതരായി ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ, ഏറെ പ്രത്യേകമായിട്ട് +2 ഡിഗ്രി പാസ്സായ മക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ CV അയയ്ക്കുക. തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി ജീവിക്കുവാൻ നിങ്ങൾക്കൊരു ആന്തരിക ബോധ്യം, അതുമില്ലെങ്കിൽ ദൈവപിതാവ് നിങ്ങളെ വിളിക്കുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.